ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 2026 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തി. ഈ വരുന്ന ഓഗസ്റ്റ് 14 മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആവുന്നതായിരിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4100 ഒഴിവുകളാണ് ഈ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, ഈ 4100 ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ ഒരു ഇലക്ട്രിക്കൽ ട്രേഡുകാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുകാരനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെക്കാനിക്കലോ കമ്പ്യൂട്ടർ സയൻസോ സിവിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഒഴിവുകളാണ് ഇതിൽ മാറ്റി വെച്ചിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റി അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി ഈ വരുന്ന ഓഗസ്റ്റ് 13 14 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം അപ്ലിക്കേഷൻ വിൻഡോ 14 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4098 ഒഴിവുകളിലേക്കാണ് ഇത്തവണ നോട്ടിഫിക്കേഷൻ പുറത്തു വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. നിങ്ങൾ ജനുവരി 1, 2027 ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ അതിനുള്ളിൽ ഈ പ്രായപരിധി അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം. 18 മുതൽ 33 വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും OBCക്കാർക്ക്, OBC NCL കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു 3 വർഷവും, SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു അധിക 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ പുറത്ത്. ഓക്കെ, 35,400 ഇതിൻ്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതാണ് നമ്മുടെ വേക്കൻസി ചാർട്ട് എന്ന് പറയുന്നത്. അപ്രൂവ്ഡ് വേക്കൻസീസും ഓരോ പോസ്റ്റുകളും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതും അതിൻ്റെ സബ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളതും അതിൻ്റെ അപ്രൂവ്ഡ് വേക്കൻസീസ് ഏതാണെന്നുള്ളതും ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, ആദ്യത്തെ 8 പോസ്റ്റുകൾ ഇലക്ട്രിക്കലുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽക്കാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അപ്രൂവ്ഡ് വേക്കൻസി, ടോട്ടൽ അപ്രൂവ്ഡ് വേക്കൻസി എത്രയാണ്? 614 ഒഴിവുകളാണ്. അപ്പോൾ 4100-ൽ 614 ഒഴിവുകൾ മാത്രമാണോ ഇലക്ട്രിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? അങ്ങനെയല്ല. അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 8 പോസ്റ്റുകൾ, അതിൻ്റെ കമ്പൈൻഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 21 RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഇത്രയും പോസ്റ്റുകളുടെ കമ്പൈൻഡ് വേക്കൻസിയാണ് 614 എന്ന് പറയുന്നത്. ഇനി താഴെ കാണിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സിവിൽ ബിടെക്കോ ഡിപ്ലോമയോ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പൈൻഡ് ഒഴിവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 9 തൊട്ട് 18 വരെയുള്ള കാറ്റഗറി നമ്പറിലാണ് അത് വരുന്നത്. അതിൻ്റെ കമ്പൈൻഡ് ഒഴിവ് വരുന്നത് 1654. അപ്പോൾ ഈ 1654 ഒഴിവുകളാണ് ഏകദേശം സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ പോസ്റ്റുകൾക്ക് വേറെ ഒരു ട്രേഡുകാർക്ക് പൊതുവെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ സിവിലുകാർ മാത്രമാണ് കോമ്പീറ്റ് ചെയ്യുന്നതായിരിക്കുക. ഈ 1654 ഒഴിവുകളിലേക്കും കോമ്പീറ്റ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? സിവിലുകാർ മാത്രമായിരിക്കും. ഒരു എക്സെപ്ഷൻ ഉണ്ടായിരിക്കും. ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന പോസ്റ്റ് സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒഴിവ് കിഴിച്ച് ബാക്കിയുള്ള അത്രയും ഒഴിവുകൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ 21 RRBകളിലായിട്ട്. ഓക്കെ, ഇനി അപ്പോൾ മെക്കാനിക്കലുകാരുടെ അവസ്ഥ എന്താ? മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 1213 ഒഴിവുകളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 19 തൊട്ട് 29 വരെയാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പോസ്റ്റുകൾ. അതിൻ്റെ വേക്കൻസീസ് 21 RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 1213 ഒഴിവുകളാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒഴിവുകൾ. അപ്പോൾ മെക്കാനിക്കൽ ബിടെക് ഉള്ള അല്ലെങ്കിൽ ഡിപ്ലോമയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇത് മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് വേറെയും പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ നിങ്ങൾ പ്രൊഡക്ഷൻ പഠിച്ചിട്ടുള്ള കുട്ടികൾ, ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതാണ്. ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാരുടെ കാര്യമല്ല, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഒരു എക്സാം ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പ്രൊഡക്ഷനോ ഓട്ടോമൊബൈലോ ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഈ കാണുന്നത്. ക്ലിയർ? ഇനി അതിൻ്റെ താഴെ 30 തൊട്ട് 34 വരെ കിടക്കുന്നതാണ് നമ്മുടെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ കീഴിൽ നിങ്ങൾക്ക് വരുന്ന 303 ഒഴിവുകളാണ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസുകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്കൊരു പോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെ 35 DMS എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. 314 ഒഴിവുകളാണ് DMSന് വേണ്ടി തവണ മാറ്റി വെച്ചിരിക്കുന്നത്. ഈ 314 ഒഴിവുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏത് ട്രേഡിൽ 3 ഇയർ ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ DMS എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെക്കാനിക്കൽ ആവണമെന്നില്ല, ഇലക്ട്രിക്കൽ ആവണമെന്നില്ല, സിവിൽ ആവണമെന്നില്ല. ഇതൊക്കെ ആയാലും കുഴപ്പമില്ല.
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് 35ാമത്തെ കാറ്റഗറി നമ്പറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളല്ലാതെ ഏതെങ്കിലും ഒരു 3 ഇയർ ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് DMS എന്ന് പറയുന്നത്. അതിൻ്റെ ഒഴിവാണ് 314 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളൊരു മെക്കാനിക്കലോ അല്ലെങ്കിൽ ഒരു സിവിലോ ഒരു ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 21 RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വേക്കൻസി എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് ഞാൻ ഈ ചാർട്ടിനകത്ത് കാണിച്ചിരിക്കുന്നത്. DMS എനി ഡിപ്ലോമയുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 314 ഒഴിവുകളാണ് എൻ്റെ RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് DMSനകത്ത് വരുന്ന 314 ഒഴിവ് സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ വരുന്ന 1654 ഒഴിവുകൾ സിവിലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനകത്ത് നിന്ന് എന്ത് കുറയ്ക്കണം? ട്രാക്ക് മെഷീൻ്റെ ഒഴിവുകൾ കുറച്ച് കഴിഞ്ഞാൽ 1908 ഒഴിവുകൾ സിവിൽക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അത്രയും ഒഴിവുകളാണ് സിവിൽ ഡിപ്പാർട്ട്മെന്റിന് കാത്തിരിക്കുന്നത്. മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒഴിവുകളാണ് DMSൻ്റെ ഒഴിവ്. ഒബിയസ്ലി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ വരുന്ന പോസ്റ്റുകളും ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 314 പ്ലസ് 1213 മെക്കാനിക്കലിൻ്റെ ഒഴിവുകൾ, 614 ഇലക്ട്രിക്കലിൻ്റെ ഒഴിവുകൾ പ്ലസ് ട്രാക്ക് മെഷീൻ്റെ 60 ഒഴിവുകൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2200 ഒഴിവുകളാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഇത്തവണ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് കാര്യം എടുക്കുകയാണെങ്കിൽ DMS അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മെക്കാനിക്കൽ പോസ്റ്റ് ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും മെക്കാനിക്കലിന്റെ പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പോരാത്തതിന് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന 303 ഒഴിവുകൾ ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2504, അതായത് 4100-ൽ 2500 ഒഴിവുകൾ ആർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ്. ഇനി ഈ 2504 ഒഴിവുകളിലേക്ക് ഒറ്റയടിക്കാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്? അല്ല, അതാണ് മറ്റൊരു ട്വിസ്റ്റ്. അപ്പോൾ 4100-ൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2500 ഒഴിവുകൾ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ 2500 ഒഴിവുകൾ 21 RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ വേക്കൻസി കൂടുതലുള്ള RRB നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള RRB നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം എന്താ? ഒരു RRBയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 2504 ഒഴിവുകൾ 21 RRBകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ ഒരു RRB നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ RRB സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ആലോചിച്ച് സെലക്ട് ചെയ്യുക. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ RRBയിൽ ഒഴിവുകൾ നിങ്ങൾ നോക്കണം. ആ RRBയിൽ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ പോസ്റ്റുകൾ ഏതൊക്കെ പോസ്റ്റാണ് അവിടെ ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. ആ പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നിങ്ങൾ മെഡിക്കലി ആ പോസ്റ്റിന് എലിജിബിൾ ആണോ എന്ന് നിങ്ങൾ നോക്കണം. 2 RRBയുടെ ലൊക്കേഷൻ നിങ്ങൾ നോക്കണം. കാരണം എന്താ? ചിലപ്പോൾ നിങ്ങളുടെ കരിയർ കംപ്ലീറ്റ് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നോർത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു RRB ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റ് ഏജ് വരെ നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്, RRB സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ തന്നെ ചാനലിൽ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം. പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് RRBയുടെ എല്ലാ ഡീറ്റെയിൽസും, ഏത് RRBയിലാണ് വേക്കൻസി ഉള്ളത്, ഏത് പോസ്റ്റിനാണ് വേക്കൻസി ഉള്ളത്, ഓരോന്നിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഈ വർഷവും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ജൂനിയർ എഞ്ചിനീയർ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും മറ്റതിനും വേണ്ടി നമ്മൾ വെബിനാറുകൾ, നമ്മളായിട്ട് നേരിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട്, നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെബിനാറുകൾ, ഫ്രീ ആയിട്ടുള്ള വെബിനാറുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെ അതെല്ലാം മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് ഇത്തവണത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒഴിവ് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് കയറി കൂടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ 3 കോഴ്സുകളാണ് നമുക്ക് നിലവിൽ ലൈവായിട്ടുള്ളത്. കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ ബാച്ച് നമ്മുടെ നിലവിൽ ലൈവാണ്. CBT 1 ബാച്ച് 2026 ലൈവാണ്. കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് ബാച്ചും ലൈവാണ്. എന്താണ് ഇത് 3 തമ്മിലുള്ള വ്യത്യാസം? CBT 1 ബാച്ച് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ടയർ 1-ൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 120 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നമ്മൾ ഈ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കോംപ്രിഹെൻസീവ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ CBT 2-ലെ ഇലക്ട്രോണിക്സ് ട്രേഡുകാർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലും, കോംപ്രിഹെൻസീവ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ CBT 2-ലെ ഇലക്ട്രിക്കൽ ട്രേഡ് എടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലും ഈ 3 ബാച്ചുകളാണ് നമുക്ക് നിലവിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി ലൈവായിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുക്കാം. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇയർ ഡിപ്ലോമയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്.
അതുവരെ ഈ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000-ൽ പരം സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഈ അവസരം നിങ്ങൾക്കറിയാവുന്ന ഒരു അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു ജോലിയാണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.